നമസ്കാരം. ഐ+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ HSST സുവോളജി PYQ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങളോട് ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾ ഓട്ടക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ഫിനിഷിംഗ് പോയിന്റിൽ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തുടങ്ങി ഫിനിഷിംഗ് പോയിന്റിലെത്തുന്ന ഒരു ഗെയിം, അതാണ് ഓട്ടം എന്ന് പറയുന്നത്. ഈ ഓട്ടക്കാർ പലതരത്തിലുണ്ട്. വളരെ സ്ലോ ആയിട്ട് തുടങ്ങി ഫിനിഷിംഗ് പോയിന്റിലെത്തുന്ന ആൾക്കാർ, തുടക്കം തന്നെ ഭയങ്കര ഫാസ്റ്റ് ആയിപ്പോയി ഫിനിഷിംഗ് പോയിന്റിലെത്തുന്ന ആൾക്കാർ, അതേസമയം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓടി നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് എന്ന ഗോള് മാത്രം എയിം ചെയ്തുകൊണ്ട് അവരും ഒന്നാമതായി എത്തുന്ന ഓട്ടക്കാർ. അപ്പോൾ ഇതിൽ 3 ഓട്ടക്കാരിലും എന്താണ്, ആദ്യം വളരെ പതുക്കെ ഓടുന്നവരാണെങ്കിൽ, വളരെ പതുക്കെ ഓടുന്ന ആൾക്കാർ അവരുടെ മുൻപിലേക്ക് കുറേ പേര് മുന്നോട്ട് വന്നിട്ടുണ്ടാവും. അവർ ചിലപ്പോൾ പിന്നെയും ഈ പതുക്കെ പോകുന്നവരുടെ പുറകിലാവാം, പതുക്കെ പോകുന്നതിനേക്കാൾ ഒരുപാട് മുന്നിലാവും. പക്ഷേ ഈ പതുക്കെ ഓടുന്നവരുടെ പതുക്കെ ഓടുന്നവരെക്കാളും മുന്നിലേക്ക് വരാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ? ശരി, അങ്ങനത്തെ ആൾക്കാരെ നമുക്ക് മാറ്റി നിർത്താം. ഇനി വളരെ സ്പീഡിൽ ഓടുന്ന ആൾക്കാരാണെങ്കിൽ വളരെ സ്പീഡിൽ ഓടി കഴിയുമ്പോൾ ഏകദേശം ഒരു പകുതിയോളം അടുക്കാറാകുമ്പോൾ അവർക്ക് തളർച്ച വരും. തളർച്ച വന്നു കഴിയുമ്പോൾ ഈ ആദ്യത്തെ ഒരു സ്പീഡൊന്നും കാണില്ല. അതിന് നമ്മൾ ആരംഭശൂരത്വം എന്നൊക്കെ പറയും. അങ്ങനെ നമ്മൾ പകുതി എത്തുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരുടെ സ്പീഡ് കുറഞ്ഞേക്കാം. ആ സമയത്തും ഇവരെ ഓവർടേക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാകും. ഈ ആദ്യം പറഞ്ഞ കാറ്റഗറി ആൾക്കാരെയും രണ്ടാമത് പറഞ്ഞ കാറ്റഗറി ആൾക്കാരെയും ഓവർടേക്ക് ചെയ്യുന്നത് ആരായിരിക്കും? ഈ 2 കൂട്ടരെയും ഓവർടേക്ക് ചെയ്യുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓടുന്ന ആൾക്കാരായിരിക്കും. ഒരേ സ്പീഡ് പിടിച്ച് തുടക്കം മുതലേ അവർക്കറിയാം ഫിനിഷിംഗ് പോയിന്റിൽ എത്തണമെങ്കിൽ ഇത്ര സ്പീഡിൽ ഓടിയാൽ ഫിനിഷിംഗ് പോയിന്റ് ആകും, ഓരോ പോയിന്റ് കടക്കണമെങ്കിലും ഇത്ര പോയിന്റുകൾ നമ്മൾ ഇത്ര സമയത്തിനുള്ളിൽ കടന്നിരിക്കണം എന്ന ഒരു ലക്ഷ്യബോധത്തോടുകൂടി ഈ പറഞ്ഞ പതുക്കെ ഓട്ടക്കാരെയും സ്പീഡിൽ ഓടുന്നവരെയും പിന്നിലാക്കിക്കൊണ്ട് മുന്നേറുന്ന ഒരു കൂട്ടം ഓട്ടക്കാരാണ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ലക്ഷ്യം മാത്രം മുൻനിർത്തി ഓടുന്ന ആളുകൾ. നമുക്ക് അവരെ പോലെയാണ് ആവേണ്ടത്. അതായത് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് HSST സുവോളജിയാണ്. നമുക്ക് ഒന്നാമതായി എത്തണമെങ്കിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം, അതുപോലെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. കൺസിസ്റ്റൻ്റ് ആവണം, ഫോക്കസ്ഡ് ആവണം, സിസ്റ്റമാറ്റിക് ആവണം. നമുക്ക് കൺസിസ്റ്റൻ്റ് ആവാം, സിസ്റ്റമാറ്റിക് ആവാം, ഫോക്കസ്ഡ് ആവാം. അന്നന്ന് പഠിക്കുന്ന പാഠങ്ങൾ അന്നന്ന് പഠിക്കുക. അതുപോലെ തന്നെ HSST സുവോളജി എന്ന ലക്ഷ്യം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ ഓടിത്തുടങ്ങുകയാണ്. കൂടെ ഓടിക്കോ. ഞാൻ പത്മശ്രീ രാധാകൃഷ്ണൻ. ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് acromegaly and the influence of high level of growth hormone in it. Increased level of GH stimulate increased production of vasopressin from the adrenal gland. Increased level of GH stimulate increased production of insulin-like growth factor 1 from the liver. Increased level of GH stimulate increased production of vasopressin from the liver. Increased level of GH stimulate increased production of insulin-like growth factor 1 IGF-1 from the adrenal gland. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഗ്രോത്ത് ഹോർമോൺ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അക്രോമെഗാലി പഠിച്ചിട്ടുണ്ട്, വാസോപ്രസിൻ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം എൻഡോക്രൈൻ സിസ്റ്റം അല്ലെങ്കിൽ കെമിക്കൽ കോർഡിനേഷൻ എന്നുള്ള ടോപ്പിക്കിലുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. എൻഡോക്രൈൻ സിസ്റ്റം സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിക്കുകയും വേണം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളൊരു കൃത്യമായിട്ട് എങ്ങനെയാണ് പ്രൊഡക്ഷൻ, അതുപോലെ അത് എവിടെയാണ് ലൊക്കേഷൻ, അതിൻ്റെ ഹൈപ്പോ കണ്ടീഷൻ എന്താണ്, ഹൈപ്പർ കണ്ടീഷൻ എന്താണ്, ഇതൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം പഠിക്കുക. ഇതിനകത്ത് നമുക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇൻക്രീസ് ലെവൽ ഓഫ് GH, ഇതിൽ ഉത്തരം എന്താണെന്ന് എത്തുന്നതിന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്രോമെഗാലി എന്താണ് ഈ അക്രോമെഗാലി? അക്രോമെഗാലി എന്ന് പറഞ്ഞാൽ, അക്രോ എന്ന് പറഞ്ഞാൽ ടിപ്പ്, മെഗാലി എന്ന് പറഞ്ഞാൽ എൻലാർജ്മെൻറ്റ്. അപ്പോൾ വലുതാവുന്ന ടിപ്പ് റീജൻ, വലുതാവുന്ന ഒരു അവസ്ഥയ്ക്ക് പറയുന്നത് ടിപ്പ് റീജൻ എന്ന് പറഞ്ഞാൽ കയ്യ്, കാല്, ജോസ്, നമ്മുടെ കൈകാലുകളും ഈ താടിയെല്ലൊക്കെ ഇല്ലേ, ഇതൊക്കെ മാത്രം നീളം വയ്ക്കുന്ന ഒരു അവസ്ഥയാണ് അക്രോമെഗാലി. അക്രോമെഗാലി എന്ന് പറഞ്ഞാൽ എക്സസ് സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജൈജാൻറ്റിസവും അക്രോമെഗാലിയും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് തോന്നാം. ജൈജാൻറ്റിസം എന്ന് പറഞ്ഞാൽ ഒരു ഏജ് അല്ലെങ്കിൽ അഡൽട്ട് ആവുന്നതിന് മുമ്പാണ് ഗ്രോത്ത് ഹോർമോണിൻ്റെ എക്സസ് ഉണ്ടാവുന്നതെങ്കിൽ നമ്മളതിനെ ജൈജാൻറ്റിസം എന്ന് പറയും. പക്ഷെ അഡൽട്ട് ആയ ശേഷമാണ് ഈ പറഞ്ഞ ഗ്രോത്ത് ഹോർമോൺ കൂടുതലായിട്ട് ഉണ്ടാവുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ അക്രോമെഗാലി എന്ന് പറയുന്നത്. സാധാരണയായിട്ട് എപ്പിഫൈസിയൽ ക്ലോഷറിന് ശേഷമാണ് ഗ്രോത്ത് ഹോർമോൺ എക്സസ് ആയിട്ട് ഉണ്ടാവുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, അക്രോമെഗാലി എന്ന് പറയുന്നത്. എന്നാൽ എപ്പിഫൈസിയൽ ക്ലോഷറിന് മുമ്പാണ് ഗ്രോത്ത് ഹോർമോൺ എക്സസ് ആവുന്നെങ്കിൽ അതിനെ നമ്മൾ ജൈജാൻറ്റിസം എന്ന് പറയും. അപ്പോൾ എന്താണ് ഈ എപ്പിഫൈസിയൽ ക്ലോഷർ എന്ന് പറഞ്ഞാൽ? എപ്പിഫൈസിയൽ ക്ലോഷർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോങ് ബോൺസ് ഉണ്ടല്ലോ, നീളമുള്ള ബോൺസ്. അപ്പോൾ ലോങ് ബോൺസിലെ എപ്പിഫൈസിയൽ പ്ലേറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് പ്ലേറ്റ് എന്ന് പറയുന്ന സാധനം കട്ടിയായിട്ട് ബോണായിട്ട് മാറും. അത് കാർട്ടിലേജിനസ് ആണ്, അത് കട്ടിയായിട്ട് ബോണായിട്ട് മാറുന്നു.
എപ്പിഫൈസൽ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കാർട്ടിലേജ്, ഇതിൻ്റെ ഇടയിലാണ് എപ്പിഫൈസസിൻ്റെയും ഡയാഫൈസസിൻ്റെയും, ലോങ് ബോണിൻ്റെ എപ്പിഫൈസസിൻ്റെയും ഡയാഫൈസസിൻ്റെയും ഇടയിൽ കാണുന്ന ഒരു കാർട്ടിലേജിൻ്റെ സ്ട്രക്ചറാണ് എപ്പിഫൈസൽ പ്ലേറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് പ്ലേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ചൈൽഡ്ഹുഡിലും അഡോളസെൻസിലും ഒക്കെ നമ്മൾ നീളം വെക്കാനുള്ള കാരണം, ഉയരം വെക്കാനുള്ള കാരണം ഈ പറഞ്ഞ എപ്പിഫൈസൽ പ്ലേറ്റ് ആണ്. എന്നാൽ അഡോളസെൻസ് അല്ലെങ്കിൽ പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ ഈ കാർട്ടിലേജ്, എപ്പിഫൈസൽ പ്ലേറ്റ് അല്ലെങ്കിൽ ഗ്രോത്ത് പ്ലേറ്റ് എന്നുള്ള കാർട്ടിലേജ് പതുക്കെ ബോണായിട്ട് മാറും. ഇത് ബോണായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വളർച്ചയില്ല. അതുകൊണ്ടാണ് ഈ ഒരു പ്രായം വരെ നമ്മൾ വളരുള്ളൂ എന്ന് പറയുന്നത്, ഹൈറ്റ് വെക്കുള്ളൂ എന്ന് പറയില്ല. നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ എപ്പിഫൈസിയൽ ക്ലോഷർ ഉണ്ടായാലും പിന്നെയും ഗ്രോത്ത് ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ അവിടെ ഉണ്ടാവും, അവിടെ ഈ അക്രോമെഗാലി എന്ന കണ്ടീഷൻ ഉണ്ടാവുന്നു. അക്രോമെഗാലി എന്ന കണ്ടീഷൻ, അതാണ് ഞാൻ പറഞ്ഞത്. ഈ എപ്പിഫൈസിയൽ ക്ലോഷറിന് ശേഷവും ഗ്രോത്ത് ഹോർമോണിൻ്റെ അല്ലെങ്കിൽ അഡോളസെൻസ് പ്യൂബർട്ടി ആവുന്ന അറ്റൈൻ ചെയ്തിട്ടും ഈ പറഞ്ഞ ഗ്രോത്ത് ഹോർമോൺ എക്സസ് ആയിട്ട് ഉണ്ടാവുകയാണെങ്കിൽ വരുന്ന കണ്ടീഷനെയാണ് നമ്മൾ അക്രോമെഗാലി എന്ന് പറയുന്നത്. അപ്പം അക്രോമെഗാലി എന്താണെന്ന് മനസ്സിലായി. ഇനി അടുത്തത് ഈ പറഞ്ഞ ഗ്രോത്ത് ഹോർമോൺ എന്താണെന്ന് വെച്ചാൽ, ഗ്രോത്ത് ഹോർമോൺ ഡയറക്റ്റ് ആയിട്ടല്ല ടിഷ്യൂവിനെ അറ്റാക്ക് ചെയ്യുന്നത്, നേരെ ചെന്ന് ലിവറിലെത്തും. ലിവറിലെത്തിക്കഴിഞ്ഞാൽ അത് ലിവറിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ച് ഉണ്ടാക്കുന്നൊരു സാധനമാണ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ അല്ലെങ്കിൽ IGF-1 എന്ന് പറയുന്നത്. ഈ IGF-1 ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറയുന്നത്, IGF-1 ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ 1 എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡിൻ്റെ, ഫീറ്റിൻ്റെ, ജോസിൻ്റെ ഒക്കെ എൻലാർജ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ, അല്ലെങ്കിൽ അതിന് റെസ്പോൺസിബിൾ ആണ്. അതുപോലെ തന്നെ സോഫ്റ്റ് ടിഷ്യൂസിന് തിക്കനിങ്ങിനും കാരണമാകും. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? ഉത്തരം നമുക്കറിയാവുന്ന ഉത്തരം തന്നെയാണ് അല്ലേ. അപ്പോൾ IGF ഉണ്ടാക്കുന്നു, IGF-1 ഉണ്ടാക്കുന്നു, IGF-1 ലിവറിൽ നിന്നുണ്ടാവുന്നു. അതിന് സഹായിക്കുന്നത് GH ആണ്. അപ്പോൾ GHൻ്റെ അളവ് കൂടുന്നത് കൊണ്ട് ലിവറിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ച് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ 1 ഉണ്ടാവുന്നതുകൊണ്ടാണ് അക്രോമെഗാലി ഉണ്ടാവുന്നത്. ഇനി വാസോപ്രസിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വാസോപ്രസിൻ തന്നെയാണ് ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരാം. അത് എവിടെ നിന്നാണ് ഉണ്ടാവുന്ന? ഹൈപ്പോതലാമസ് എന്നാണ് അല്ലേ. റിലീസ് ഫ്രം ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അത് ലിവറൊന്നും അല്ല, അഡ്രിനൽ ഗ്ലാൻഡൊന്നും അല്ല. അതുമാത്രമല്ല, അഡ്രിനൽ ഗ്ലാൻഡ് IGF-1 ഉണ്ടാക്കൂല. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? ഇൻക്രീസ്ഡ് ഗ്രോത്ത് ഹോർമോൺ സ്റ്റിമുലേറ്റ് ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് IGF, ഇൻസുലിൻ ഗ്രോത്ത് ഫാക്ടർ 1 ഫ്രം ദ ലിവർ. അപ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടാന്ന് ഞാൻ വിചാരിക്കുന്നത്. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ അല്ലേ. അടുത്ത സ്ലൈഡിൽ കറക്റ്റ് ആൻസർ കാണിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും, ഒന്നും ഇതിനകത്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ഹ്യൂമൻ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഇൻക്ലൂഡ്. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഹ്യൂമൻ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് ഇൻക്ലൂഡ് ലിവർ, പാൻക്രിയാസ്, സലേവറി ഗ്ലാൻഡ് ആൻഡ് ലിവർ, സലേവറി ഗ്ലാൻഡ് ആൻഡ് പാൻക്രിയാസ്. ഓപ്ഷൻ D സലേവറി ഗ്ലാൻഡ്, ലിവർ ആൻഡ് പാൻക്രിയാസ്. നമ്മൾ ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ ഡൈജഷനെ അസിസ്റ്റ് ചെയ്യുന്ന ഗ്ലാൻഡ്സിനെയാണ് ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. ലിവറിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലിവർ എന്ന് പറയുന്ന സംഭവം എന്തിനാണ്? ലിവറിന്ന് എന്താ സെക്രീറ്റ് ചെയ്യുന്നത്? ലിവറിന്ന് സെക്രീറ്റ് ചെയ്യുന്നതാണ് ബൈൽ അല്ലെ. ലിവറിന്നാണ് ബൈല് സെക്രീറ്റ് ചെയ്യുന്നത്. ബൈല് ഡൈജസ്റ്റീവ് എൻസൈംസ് എന്തെങ്കിലും ഉണ്ടോ? ബൈലിൽ ഡൈജസ്റ്റീവ് എൻസൈംസ് ഇല്ലെങ്കിലും അത് എന്ത് ചെയ്യും? എമൽസിഫിക്കേഷൻ എന്ന പ്രോസസ്സ് ചെയ്യും അല്ലേ. എമൽസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയ ഫാറ്റ് മോളിക്യൂൾസിനെ ചെറിയ ഫാറ്റ് മോളിക്യൂൾസ് ആക്കുക എന്ന പ്രോസസ്സാണ് എമൽസിഫിക്കേഷൻ. അപ്പോൾ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് എൻസൈംസ് ഒന്നും സെക്രീറ്റ് ചെയ്യുന്നെങ്കിലും ലിവർ എന്ന് പറയുന്നത് ബൈല് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്, അത് എമൽസിഫിക്കേഷൻ നടത്തുന്നുണ്ട്. അതുപോലെ പാൻക്രിയാറ്റിക് ലിപ്പേസിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പാൻക്രിയാസ് പറയുകയാണെങ്കിലോ, പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഒരുപാട് സംഭവങ്ങൾ, അതായത് പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഒരുപാട് എൻസൈംസ് ഉണ്ട്. ആ എൻസൈംസ് പ്രോട്ടീൻ്റെ ഡൈജസ്റ്റിന് സഹായിക്കും. ഫോർ എക്സാമ്പിൾ ട്രിപ്സിൻ, കൈമോട്രിപ്സിൻ, പ്രോ കാർബോക്സി പെപ്റ്റിഡേസ്, ഇതൊക്കെ അതിനകത്തുള്ള എൻസൈംസ് ആണ് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ എൻസൈംസ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റിനെയും പ്രോട്ടീനെയും ഫാറ്റിനെയും ഒക്കെ ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈം പാൻക്രിയാറ്റിക് ജ്യൂസിലുണ്ട്. ഈ പാൻക്രിയാറ്റിക് ജ്യൂസും അപ്പോൾ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യും. ഇനി സലേവറി ഗ്ലാൻഡ്സ് എത്ര പെയറാണ്? 3 പെയറാണ് സലേവറി ഗ്ലാൻഡ്സ് ഉള്ളത്. 3 പെയർ സലേവറി ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പരോട്ടിഡ് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കാരണം പരോട്ടിൻ്റെ ഇൻഫ്ലമേഷനെയാണ് നമ്മൾ മംസ് എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല മംസ് എന്നാലും ഞാൻ പറഞ്ഞു എന്നർത്ഥം. പരോട്ടിഡ്, സബ്ലിംഗ്വൽ, ബിലോ ദ ടങ് എന്നാണ് അതിൻ്റെ അർത്ഥം. വായിൽ നാക്കിൻ്റെ താഴെയായിട്ട് കാണുന്ന സബ്ലിംഗ്വൽ എല്ലാണ് സബ്ലിംഗ്വൽ. ഓക്കെ, സബ്ലിംഗ്വൽ. അടുത്തത് സബ് മാക്സിലറി.
സബ് മാക്സിലറി അല്ലെങ്കിൽ സബ് മാൻഡിബുലാർ എന്ന് പറയുന്ന 3 പെയർ സലൈവറി ഗ്ലാൻഡിൻ്റെ കളക്റ്റീവ് സെക്രീഷനാണ് സലൈവ. സലൈവയിലുള്ള എൻസൈമിൻ്റെ പേരാണ് സലൈവറി അമിലേസ്. സലൈവറി അമിലേസ്. സലൈവറി അമിലേസിൻ്റെ വേറൊരു പേരെന്താ? ടയാലിൻ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ചെറിയ ക്ലാസ് തൊട്ടേ പഠിക്കുന്ന കാര്യങ്ങളാണ്. മൗത്തിൽ കാർബോഹൈഡ്രേറ്റ് ഡൈജഷനെ അസിസ്റ്റ് ചെയ്യുന്ന സലൈവറി അമിലേസ് ആണ് സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത്. അപ്പോൾ സലൈവറി ഗ്ലാൻഡ് ഡൈജഷനെ സഹായിക്കും, ലിവർ ഡൈജഷനെ സഹായിക്കും, പാൻക്രിയാസ് ഡൈജഷനെ സഹായിക്കും. ലിവറിൽ നിന്നുള്ള ബൈലും പാൻക്രിയാസ് നിന്നുള്ള പാൻക്രിയാറ്റിക് ജ്യൂസും അതുപോലെ ഇൻഡസ്റ്റൈനിൽ നിന്നുള്ള ഇൻഡസ്റ്റൈനൽ ജ്യൂസും കൂടിയാണ് ഇൻഡസ്റ്റൈനിലെ ഡൈജഷനെ കംപ്ലീറ്റ് ആക്കുന്നത്. സോ ദ ആൻസർ ഈസ് സലൈവറി ഗ്ലാൻഡ്, ലിവർ ആൻഡ് പാൻക്രിയാസ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ അല്ലേ? ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, ചൂസ് ദ കറക്റ്റ് മാച്ച്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ വൈറ്റമിൻസ്. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ HSST സുവോളജി എന്നല്ല, HSA എന്നല്ല, ഇനി ഏത് PSC ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും LDC ആണെങ്കിലും ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും ഒഴിവാക്കാൻ പറ്റാത്ത 2 ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്, 1 വൈറ്റമിൻസ്, 2 ഡിസീസസ്. ഈ 2 ടോപ്പിക്കിൽ നിന്നും ഉറപ്പായിട്ടും ഒരു ചോദ്യമെങ്കിലും ഉണ്ടാവും. അപ്പോൾ വൈറ്റമിൻസും ഡിസീസും ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു കാര്യമേ നമുക്കില്ല. വൈറ്റമിൻ എ തയമിൻ, വൈറ്റമിൻ B1 കാൽസിഫെറോൾ, വൈറ്റമിൻ ഡി റൈബോഫ്ലേവിൻ, വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. നമുക്ക് ഇവരെയൊക്കെ അറിയാം. വൈറ്റമിൻ എ എന്ന് പറയുന്നത് തൈമിനാണോ? അല്ല. ചെറിയ ക്ലാസ് തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ് ഈ വൈറ്റമിൻ എ എന്താണ്, വൈറ്റമിൻ ബി എന്താണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ വൈറ്റമിൻ എയുടെ പേരിനേക്കാളും നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വൈറ്റമിൻ B1ൻ്റെ പേരായിരിക്കും അല്ലേ? വൈറ്റമിൻ B1 എന്താണ്? വൈറ്റമിൻ B1 ആണ് തയമിൻ. വൈറ്റമിൻ എ എന്ന് പറയുന്നതാണ് റെറ്റിനോൾ. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കാൽസിഫെറോൾ. വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ടോക്കോഫെറോൾ. അപ്പോൾ കറക്റ്റായിട്ട് എന്താണ് ആൻസർ വരുന്നത്? വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസും പഠിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ആണ് എങ്കിലും തൈമിൻ്റെ സ്പെല്ലിംഗ് ഇതല്ല. തൈമിൻ്റെ സ്പെല്ലിംഗ് നമ്മൾ വേറെ എഴുതുക അല്ലേ? അറിയാമല്ലോ അല്ലേ? വൈറ്റമിൻ, പിന്നെ നമുക്കറിയാവുന്നൊരു കാര്യം എന്ന് വെച്ചാൽ വൈറ്റമിൻ എയുടെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ? വൈറ്റമിൻ എയുടെ കാര്യം പറഞ്ഞതുപോലെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിയാണ്. ഇടയ്ക്ക് എന്തോ സ്റ്റക്കായ പോലെ തോന്നിയത്, അതുകൊണ്ടാണ് ഒന്ന് മാറ്റി നോക്കിയത്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിയാണ് നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിക്ടലോപ്പിയ എന്ന് പറയുന്നത് അല്ലേ? തയമിൻ എന്നിങ്ങനെയാണ് എഴുതാറുള്ളത് സാധാരണ. വൈറ്റമിൻ B1 തയമിൻ, എ റെറ്റിനോൾ, ഡി കാൽസിഫെറോൾ എന്ന് പറയുമ്പോൾ ഓർത്തോളുക, കാൽസ്യം അബ്സോർപ്ഷൻ സഹായിക്കുന്നതാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയാണ് റിക്കറ്റ്സ് ഉണ്ടാക്കുന്നത്. വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ. ഇനി നമുക്ക് ഏതാ ഉള്ളത്? വൈറ്റമിൻസിനെ നമ്മൾ മെയിനായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അത് ഏതൊക്കെയാണ്? ഫാറ്റ് സോലുബിൾ, ഫാറ്റ് കേടാണ്, KEDA. വൈറ്റമിൻ കെ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ എ. അതുപോലെ വാട്ടർ സോലുബിൾ വൈറ്റമിൻസിനെ WBC എന്ന് പറയും, വാട്ടർ WBNC. B1 എന്ന് പറയുന്നത് തൈമിൻ, C എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ്. C പഠിച്ചിട്ടുണ്ടാകും, C അസ്കോർബിക് ആസിഡ് അല്ലേ? C എന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ്. അപ്പോൾ വൈറ്റമിൻ എ ആയി, ഡി ആയി, ഇ ആയി, കെ. വൈറ്റമിൻ കെ എന്താണ്? വൈറ്റമിൻ കെ ആണ് ഫില്ലോക്വിനോൺ. ബിയുടെ മുഴുവൻ എഴുതുന്നില്ല, കാരണം ബി എന്ന് പറയുന്നത് കോംപ്ലക്സ് വൈറ്റമിൻ ആണ്. ക്ലാസ് എടുക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ വൈറ്റമിൻ ഇ ടോക്കോഫെറോൾ എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. വൈറ്റമിൻ ഇയെ നമ്മൾ വേറൊരു പേരിലും കൂടെ അറിയപ്പെടാറുണ്ടല്ലോ. ഏത് പേരിൽ അറിയപ്പെടുന്നത്? വൈറ്റമിൻ ഇയെ നമ്മൾ ബ്യൂട്ടി വൈറ്റമിൻ എന്ന് അറിയപ്പെടാറുണ്ട്. നമ്മുടെ മിക്കവാറും എല്ലാ ക്രീമുകളിലെയും മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആണ്. നമ്മുടെ മുഖത്ത് എന്തെങ്കിലുമൊക്കെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെ സഹായിക്കുന്നത് വൈറ്റമിൻ ഇ ആണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഈ ഉള്ള ക്യാപ്സൂളൊക്കെ മുഖത്ത് തേക്കാറുണ്ട് ആൾക്കാർ. അപ്പോൾ വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ബ്യൂട്ടി വൈറ്റമിൻ ആണ്, ടോക്കോഫെറോൾ ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ, which among the following requires cyanocobalamin in its formation? A RBC, B WBC, C lymph, D platelets. എന്താണ് ഉത്തരം? നമ്മൾ which among the following requires cyanocobalamin in its formation? എന്താണ് ഈ സൈനോകൊബാലമീൻ? നേരത്തെ ഞാൻ പറഞ്ഞു ബി എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് വൈറ്റമിൻ ആണെന്ന് പറഞ്ഞു അല്ലേ? ബി എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് വൈറ്റമിൻ ആണ്. അപ്പോൾ ബി എന്ന് പറയുന്ന ആ കോംപ്ലക്സ് വൈറ്റമിനിൽ B12 എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? B12നെയാണ് നമ്മൾ സൈനോകൊബാലമീൻ എന്ന് പറയുന്നത്. വൈറ്റമിൻ B12 ഈസ് നോൺ ആസ് സൈനോകൊബാലമിൻ. വൈറ്റമിൻ B12 എന്ന് പറയുന്നത് കൊബാൾട്ട് കണ്ടെയ്നിങ് ആണ്.
ഇത് മാത്രമല്ല വൈറ്റമിൻ B12 DNA സിന്തസിസിന് ആവശ്യമുണ്ട്. അതുപോലെ RBCയുടെ മെച്ചുറേഷനും ഫോർമേഷനും ആവശ്യമായ ഒന്നാണ് വൈറ്റമിൻ B12. RBCs എവിടെ ഫോം ചെയ്യുന്നത്? RBCs ആർ ഫോംഡ് ഇൻ ദി ബോൺ മാരോയിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ B12 എന്ന് പറയുന്നത് അനീമിയ ഉണ്ടാക്കും, മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാക്കും. RBCs വലുതായി ഇമ്മച്വറായി നോൺ ഫങ്ഷണലായിട്ട് ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. പലപ്പോഴും നിങ്ങൾ ആ വാക്ക് കേട്ട മെഗ എന്ന വാക്കിനർത്ഥം വലുതായിട്ടുള്ള RBC ഉണ്ടാവുന്നു. അത് ഇമ്മച്വറും നോൺ ഫങ്ഷണലും ആയതുകൊണ്ടാണ് അനീമിക് ആവുന്നത്. അപ്പോൾ വൈറ്റമിൻ B12 അല്ലെങ്കിൽ സൈനോകൊബാലമിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ ഉണ്ടാവുന്നത്. നമുക്കിവിടെ എന്താണ് അറിയേണ്ടത്? എന്താണ് നമ്മുടെ സൈനോകൊബാലമിൻ എന്തിൻ്റെതിനാണ് പ്രൊഡക്ഷനാണ് ആവശ്യമെന്നാണ് നമുക്കറിയുന്നത്. സൈനോകൊബാലമിൻ എന്തിൻ്റെ പ്രൊഡക്ഷനാണ് ആവശ്യം എന്ന് ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. സൈനോകൊബാലമിൻ ആവശ്യം വരുന്നത് RBCയുടെ പ്രൊഡക്ഷനാണ്. അപ്പോൾ RBC എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? RBC പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബോൺ മാരോയിലാണ്. RBC അല്ലെങ്കിൽ എരിത്രോസൈറ്റ് RBCയിൽ ഫോം ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എരിത്രോപോയസിസ്. ഓക്കെ, എരിത്രോപോയസിസ്. Formation of RBC from the bone marrow is known as erythropoiesis. But answer എന്താണ്? Answer RBC. Option A is the right answer. Option A ആണ് right answer. അഞ്ചാമത്തെ ചോദ്യം, ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ 3 phases ഓഫ് ദ കാർഡിയാക് സൈക്കിൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു ടോപ്പിക്കാണ് ഫിസിയോളജി. ഫിസിയോളജിയിൽ നിന്ന് വളരെ വേഗമായിട്ട് നമ്മൾ പറഞ്ഞാൽ ഫിസിയോളജിയിൽ ഈ പറഞ്ഞ എല്ലാം പെടും. ഡൈജഷൻ, സർക്കുലേഷൻ, റെസ്പിറേഷൻ, എക്സ്ക്രീഷൻ, ലോക്കോമോഷൻ, കെമിക്കൽ കോർഡിനേഷൻ, ന്യൂറൽ കൺട്രോൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെടുന്ന ഒരു ടോപ്പിക്കാണ് ഹ്യൂമൻ ഫിസിയോളജി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണെന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. വളരെ ഈസി ആയിട്ട് അത് പ്രസൻറ്റ് ചെയ്യാനും പെട്ടെന്ന് മനസ്സിലാക്കാനും പറ്റുന്ന ടോപ്പിക്കാണ്. കാരണം നമ്മുടെ തന്നെ ശരീരത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഈ ഹ്യൂമൻ ഫിസിയോളജിയെക്കുറിച്ച് ഇതിൻ്റെ ചോദ്യത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ടൊരു ക്വസ്റ്റ്യൻ പറയാം. ആരാണ് ഹ്യൂമൻ ഫിസിയോളജിയുടെ ഫാദർ എന്ന് പറയുന്നത്? വില്യം ഹാർവി. ഈ വില്യം ഹാർവിയാണ് ഹ്യൂമൻ ഫിസിയോളജിയുടെ ഫാദർ. ഈ വില്യം ഹാർവി ഉണ്ടല്ലോ പാമ്പിലാണ് ചെയ്തത്. അദ്ദേഹം നടത്തിയ എക്സ്പെരിമെൻറ്റ്സ് തുടങ്ങിയത് സർക്കുലേഷനിലാണ്. വില്യം ഹാർവിയെക്കുറിച്ച് പറയാനുള്ള കാരണം ഞാൻ അത് തന്നെയാണ്. നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാർഡിയാക് സൈക്കിൾ അല്ലെങ്കിൽ സർക്കുലേഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പോൾ വില്യം ഹാർവിയെ പറയാതെ എങ്ങനെയാണ് പോവുക? അതുകൊണ്ടാണ് വില്യം ഹാർവിയെ പറഞ്ഞത് ഫാദർ ഓഫ് ഫിസിയോളജി. ഫിസിയോളജി പഠിക്കാൻ ഭയങ്കര എളുപ്പമാട്ടോ, ഈസി ആയിട്ട് പഠിക്കാം. ഞാനായിരിക്കും ഫിസിയോളജി ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഫിസിയോളജി വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. ദ കറക്റ്റ് ഓർഡർ ഓഫ് ദ 3 phases ഓഫ് ദ കാർഡിയാക് സൈക്കിൾ: early diastole, mid to late diastole and ventricular systole. Ventricular systole, mid to late diastole, early diastole. Mid to late diastole, ventricular systole, early diastole. Early diastole, ventricular systole, mid to late diastole. ഇപ്പോൾ സിസ്റ്റോളും ഡയസ്റ്റോളും എന്താണെന്ന് പറയാൻ മാത്രമേ ഇപ്പോൾ നിർവാഹമുള്ളൂ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അരമണിക്കൂർ എടുക്കും. ജസ്റ്റ് എന്താണെന്ന് മാത്രം പറഞ്ഞു. സിസ്റ്റോൾ, contraction of the heart is known as systole and relaxation is known as diastole. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കോൺട്രാക്ഷൻ റിലാക്സേഷൻ നടക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഹാർട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് പോകുന്നത്. ഒരു സിസ്റ്റോളും ഒരു ഡയസ്റ്റോൾ, സിസ്റ്റോൾ ഡയസ്റ്റോൾ. കോൺട്രാക്ഷൻ ഓഫ് ദ ഹാർട്ട് ഈസ് നോൺ ആസ് സിസ്റ്റോൾ ആൻഡ് റിലാക്സേഷൻ ഈസ് നോൺ ആസ് ഡയസ്റ്റോൾ. അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം. കോൺട്രാക്ഷൻ റിലാക്സേഷനൊക്കെ നോക്കാം. നമ്മൾ ഇതിൽ കാർഡിയാക് സൈക്കിളിൽ കുറേ ഈവൻസ് ഉണ്ട്. കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിൽ ഒരു ബീറ്റിൻ്റെയും അടുത്ത ബീറ്റിൻ്റെയും ഇടയിലുള്ള കാര്യങ്ങൾ, കുറേ കാര്യങ്ങൾ, ഒരു ബീറ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കും അതെല്ലാം നമ്മുടെ കാർഡിയാക് സൈക്കിളിൽ വരും അല്ലേ. കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഈവൻസ് ആണോ ഒരു ഹാർട്ട് ബീറ്റിൽ സംഭവിക്കുന്നത്, ആ സിസ്റ്റോളുണ്ട് ഡയസ്റ്റോളുണ്ട്, ഈ പറഞ്ഞ സംഭവങ്ങൾ ഒരു സിസ്റ്റോളും ഡയസ്റ്റോളും കൂടെ ചേർന്നതാണ് ഒരു ഹാർട്ട് ബീറ്റ്. ആ ഹാർട്ട് ബീറ്റിലുള്ള ഈവൻസിനെയാണ്, ആ ഹാർട്ട് ബീറ്റിൽ ഈവൻസ് നടക്കുന്നതുകൊണ്ടാണ് ഹാർട്ടിലെ 4 ചേംബറിലും ബ്ലഡ് നിറയുന്നതും അത് എത്തേണ്ടടുത്തേക്കൊക്കെ എത്തിക്കുന്നത്. നമുക്ക് നോക്കാം. മിഡ് ടു ലേറ്റ് ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ വെൻട്രിക്കിൾസ് റിലാക്സ്ഡ് ആവും. വെൻട്രിക്കിൾസ് റിലാക്സ്ഡ് ആകുമ്പോൾ ബ്ലഡ് ഫ്ലോ ചെയ്യും. എവിടേക്ക് ഫ്ലോ ചെയ്യും? ഫ്രം ഏട്രിയ ടു ദ വെൻട്രിക്കിൾ. വെൻട്രിക്കിൾ റിലാക്സ്ഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ ബ്ലഡ് ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് വരും. റൈറ്റ് ഏട്രിയയിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്കും ലെഫ്റ്റ് ഏട്രിയയിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്കും വരും. റൈറ്റ് ഏട്രിയയുടെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിലുള്ള വാൽവാണ് ട്രൈകസ്പിഡ് വാൽവ്. ലെഫ്റ്റ് ഏട്രിയയുടെയും ലെഫ്റ്റ് വെൻട്രിക്കിളിൻ്റെ ഇടയിലുള്ള വാൽവാണ് ബൈകസ്പിഡ് വാൽവ്. അപ്പോൾ ഈ വാൽവ് തുറന്ന് ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് വരും. ഇറ്റ് ഇൻക്ലൂഡ് ഏട്രിയൽ സിസ്റ്റോൾ. ഏട്രിയൽ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഏട്രിയ കോൺട്രാക്ട് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് ഏട്രിയം താഴത്തേക്ക് വരാനായിട്ട് വെൻട്രിക്കുലർ ഫില്ലിംഗ് നടക്കാനായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഏട്രിയ
കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് വെൻട്രിക്കിൾ റിലാക്സ്ഡ് ആയിരിക്കും. അപ്പോൾ ഏട്രിയ കോൺട്രാക്ട് ചെയ്തിട്ട് ബ്ലഡിനെ ഇങ്ങനെ താഴോട്ട് ഒഴുക്കി വിടും. അപ്പോൾ ഏട്രിയയിൽ നിന്ന് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് വരുന്ന ഒരു അവസ്ഥയാണ് മിഡ് ടു ലേറ്റ് ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. അടുത്താണ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ. വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് വെൻട്രിക്കിളിൻ്റെ കോൺട്രാക്ഷനെയാണ് വെൻട്രിക്കുലാർ സിസ്റ്റോൾ എന്ന് പറയുന്നത്. അപ്പോൾ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് എവിടേക്ക് ബ്ലഡ് പോവും? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമിനറി ആർട്ടറിയിലേക്ക് ബ്ലഡ് പോവും. പൾമിനറി ആർട്ടറി വഴി ലങ്സിലോട്ട് പോയി പ്യൂരിഫിക്കേഷൻ നടക്കും. അതേസമയം ലെഫ്റ്റിൽ നിന്ന് എവിടേക്ക് പോവും? ലെഫ്റ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് പോകുന്നത് അയോർട്ടയിലേക്കാണ്, ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി. അതാണ് അടുത്ത സ്റ്റെപ്പ്. അത് കഴിഞ്ഞാൽ ഏർലി ഡയസ്റ്റോളിൻ്റെ കാര്യം പറയാം. വെൻട്രിക്കിൾസ് റിലാക്സ് ആവും, സെമി ലൂണാർ വാൽവ് അടയും. സെമി ലൂണാർ വാൽവ് അടഞ്ഞു കഴിഞ്ഞാൽ വെൻട്രിക്കുലാർ പ്രഷർ കുറഞ്ഞു കഴിയുമ്പോൾ വീണ്ടും അത് ഫില്ല് ചെയ്യാനായിട്ട് റെഡി ആയിട്ടിരിക്കും. ഇതാണ് ഈ സ്റ്റേജസ് ആണ് പറയുന്നത്. ഇനി മുമ്പാണ് ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അതായത് നമ്മൾ ഹാർട്ടിൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമായിരിക്കും, കാരണം MSc ഒക്കെ എടുത്ത ആൾക്കാരാണ്, അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. എങ്കിലും അത് പറയാതെ പോയാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവാത്തതുകൊണ്ട് ഞാൻ പറയുകയാണേ. ഇതാണ് നമ്മുടെ ഹാർട്ട്. തൽക്കാലം ഹാർട്ട് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. ഇതിൽ 1, 2, 3, 4 ഇത് 4 ചേംബറാണ്. ഹാർട്ടിൻ്റെ 4 ചേംബേഴ്സാണ്. ഈ ഹാർട്ടിൻ്റെ 4 ചേംബേഴ്സ് എന്ന് പറയുന്നത് ചേംബർ 1 ആൻഡ് ചേംബർ 2-നെയാണ് ഏട്രിയ എന്ന് പറയുന്നത്. ചേംബർ 3-യെയും ചേംബർ 4-നെയാണ് വെൻട്രിക്കിൾ എന്ന് പറയുന്നത്. ഈ 1-ൻ്റെയും 3-യുടെയും ഇത് റൈറ്റ് ആണ്. 1 എന്ന് പറയുന്നത് റൈറ്റ് ആണ്, 2 എന്ന് പറയുന്നത് ലെഫ്റ്റ് ആണ്. ഈ റൈറ്റ് ഏട്രിയത്തിൻ്റെയും റൈറ്റ് വെൻട്രിക്കിളിൻ്റെയും ഇടയിൽ കാണുന്ന വാൽവാണ് ട്രൈക്കസ്പിഡ് വാൽവ്. അപ്പോൾ ബ്ലഡ് ഇങ്ങോട്ട് മാത്രമേ ഒഴുകുള്ളൂ, യൂണി ഡയറക്ഷണൽ ഫ്ലോ ആണ്. ഇത് രണ്ടിൻ്റെയും ഇടയിൽ കാണുന്ന വാൽവാണ് മിട്രൽ വാൽവ് അല്ലെങ്കിൽ ബൈക്കസ്പിഡ് വാൽവ്. ഇവിടെയും ബ്ലഡ് ഇങ്ങോട്ടേ ഒഴുകുള്ളൂ. അപ്പോൾ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് വരും, ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് വരും. അതായത് 1-ൽ നിന്ന് 3-ലേക്കും 2-ൽ നിന്ന് 4-ലേക്കും വരും. ഇനി അടുത്തത് 3-ൽ നിന്ന് എവിടേക്ക് പോവും, അല്ലെങ്കിൽ 4-ൽ നിന്ന് എവിടേക്ക് പോവും? 3-ൽ നിന്ന് പോകുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചാൽ 3-ൽ നിന്ന് പോണത് ഇവിടെ നമുക്കറിയാം 1-ലും 3-ലും വരുന്നത് പ്യുവർ ബ്ലഡ് അല്ല, ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ ബ്ലഡാണ്. ഇത് പുറത്തേക്ക് പോകും. ഈ പുറത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ ഇത് പോകുന്നത് ലങ്സിലേക്കാണ്. ലങ്സിലേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്നത് പൾമിനറി ആർട്ടറിയാണ്. നമ്മൾ ആർട്ടറിയുടെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, ആർട്ടറീസ് ആർ ബ്ലഡ് വെസൽസ് വിച്ച് ക്യാരി ബ്ലഡ് ഫ്രം ദ ഹാർട്ട്. അപ്പോൾ പൾമിനറി ആർട്ടറിയുടെ തുടക്കത്തിലാണ് നേരത്തെ പറഞ്ഞ സെമി ലൂണാർ വാൽവ് ഉള്ളത്. അതുപോലെ നമ്മുടെ ഇവിടുന്ന് എവിടേക്ക് പോകും? 4 എന്ന് എഴുതിയ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് പോകുന്നത്. ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡിയിലേക്ക് ബ്ലഡ് പോകുന്നത് എന്ത് വഴിയാണ്? അയോർട്ട വഴിയാണ്. അയോർട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? അയോർട്ട എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് ആർട്ടറി ആണ് കേട്ടോ. അപ്പോൾ 4-ൽ നിന്ന് വരച്ച ബ്ലഡ് വെസൽ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ആർട്ടറി അയോർട്ടയുടെ കാര്യമാണ്. അതിൻ്റെ തുടക്കത്തിലും എന്തുണ്ട്? സെമി ലൂണാർ വാൽവ് ഉണ്ട്. അപ്പോൾ റൈറ്റ് ഏട്രിയം, അതായത് 1 എന്ന ചേംബറിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് വരും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമിനറി ആർട്ടറി വഴി ലങ്സിലോട്ട് പോകും. പൾമിനറി ആർട്ടറി വഴി ലങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? പൾമിനറി ആർട്ടറി ലങ്സ് അതിനെ പ്യൂരിഫിക്കേഷൻ നടത്തി കഴിഞ്ഞ ശേഷം പൾമിനറി വെയിൻ വഴി ഇവിടെ കൊണ്ടുവരും. ഇവിടെ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഏട്രിയത്തിൽ വരും. ലെഫ്റ്റ് ഏട്രിയത്തിൽ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ആ വാൽവ് തുറന്ന് അത് ലെഫ്റ്റ് വെൻട്രിക്കിൾക്ക് 4 എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരും. 4 എന്ന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് പ്യൂരിഫൈഡ് ബ്ലഡാണ്, ലങ്സിൽ നിന്ന് പ്യൂരിഫിക്കേഷൻ കഴിഞ്ഞ ബ്ലഡാണ്. അയോർട്ട വഴി ഡിഫറെൻറ്റ് പാർട്സിലേക്ക് പോകും. അതിൽ ഇവിടെ നമ്മൾ പറഞ്ഞ സീക്വൻസ്, ഈ പറഞ്ഞ ഓർഡറാണ്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഇത് നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ എന്തായാലും ഓർത്ത് വയ്ക്കണം. ഇത് ഓർത്ത് വെച്ചാലേ ബാക്കി നമ്മൾ സിസ്റ്റോളും ഡയസ്റ്റോളും ഒക്കെ കൃത്യമായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ കറക്റ്റ് ഓർഡർ ഓഫ് ദി 3 phases of the cardiac cycle are mid to late diastole, ventricular systole and early diastole. Option C ആണ് right answer. ഏതാണ് right answer? Option C ആണ് right answer. Okay. Choose the correct statement regarding enzymes. എൻസൈംസുമായി ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കുക. As the enzyme concentration decreases, the reaction rate will decrease. Substrate binds on allosteric site. Specificity allows the enzyme to coexist in same cell without any interference. Lock and key model is also known as rigid template model. Choose the incorrect statement. നമ്മൾ നോക്കുമ്പോൾ choose the incorrect statement എന്നാണ് ക്വസ്റ്റ്യൻ.
നമ്മൾ ഇവിടെ വരുന്ന ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിങ് എൻസൈംസ്. അപ്പോഴും നമ്മുടെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്യുന്നത് കറക്റ്റ് എന്നായിരിക്കും. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. പിന്നെ നമ്മൾ ഒന്നുമേ വായിക്കാൻ നിൽക്കില്ല, പകരം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരെ അതങ്ങോട്ട് മാർക്ക് ചെയ്യും. അങ്ങനെയല്ല, എപ്പോഴും ക്വസ്റ്റ്യൻസ് വളരെ ശ്രദ്ധാപൂർവ്വം ചോദിക്കണം. നമ്മൾ തെറ്റിക്കാനായിരിക്കും ഓപ്ഷൻ ആദ്യം തന്നെ കൊണ്ടുവന്നിട്ടിരിക്കണം, ശരിയായ ഓപ്ഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. ആസ് ദ എൻസൈം കോൺസെൻട്രേഷൻ ഡിക്രീസസ് ദ റിയാക്ഷൻ റേറ്റ് വിൽ ഡിക്രീസ് എന്നാണ് പറയുന്നത്. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. കാരണം റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് എൻസൈം കോൺസെൻട്രേഷനുമായിട്ട് സഫീഷ്യൻ്റ് ആയിട്ട് സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിൽ, എന്താണ് സബ്സ്ട്രേറ്റ്? എൻസൈം എന്തിലാണോ ആക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള സബ്സ്ട്രേറ്റ് ഉണ്ടെങ്കിൽ റിയാക്ഷൻ റേറ്റ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ എൻസൈം കോൺസെൻട്രേഷൻ. അപ്പോൾ എൻസൈം കോൺസെൻട്രേഷൻ കുറയുമ്പോൾ റിയാക്ഷൻ റേറ്റും കുറയും. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തെ, സബ്സ്ട്രേറ്റ് ബൈൻഡ്സ് ഓൺ അലോസ്റ്ററിക് സൈറ്റ്. അത് സബ്സ്ട്രേറ്റ് എവിടെയാണ് ബൈൻഡ് ചെയ്യുന്നത്? സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്നത് ആക്റ്റീവ് സൈറ്റിലാണ് അല്ലേ? നമുക്കറിയാം ആക്റ്റീവ് സൈറ്റിലാണ് ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അലോസ്റ്ററിക് സൈറ്റിലല്ല. അത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബി എന്നുള്ളത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സ്പെസിഫിക്കലി അലൗസ് ദ എൻസൈം ടു കോ എക്സിസ്റ്റ് ഇൻ ദ സെയിം സെൽ വിതൗട്ട് എനി ഇൻ്റർഫറൻസ്. ഓരോ എൻസൈമും ഓരോ സബ്സ്ട്രേറ്റിന് സ്പെസിഫിക് ആണ്. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ എൻസൈംസിന് സൈമൾട്ടേനിയസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ലോക്ക് ആൻഡ് കീ മെക്കാനിസം. ലോക്ക് ആൻഡ് കീ മെക്കാനിസം എന്ന് പറയുന്നത് റിജിഡ് ടെംപ്ലേറ്റ് മോഡൽ എന്നും പറയാറുണ്ട്. ഇവിടെ എൻസൈം ആക്റ്റീവ് സൈറ്റ് റിജിഡ് ആവും സബ്സ്ട്രേറ്റിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി. ലോക്ക് ആൻഡ് കീ മെക്കാനിസം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ലോക്ക് ആൻഡ് കീ മെക്കാനിസം ശരിക്കും പറഞ്ഞാൽ എൻസൈം ആക്ഷനിൽ രണ്ട് മെക്കാനിസംസാണ് പഠിക്കാനുള്ളത്. ഒന്ന് ലോക്ക് ആൻഡ് കീ മെക്കാനിസം പ്രപ്പോസ്ഡ് ബൈ എമിൽ ഫിഷർ. എമിൽ ഫിഷർ പ്രപ്പോസ് ചെയ്ത ലോക്ക് ആൻഡ് കീ മെക്കാനിസവും അതുപോലെ കോഷ്ലാൻഡ് പ്രപ്പോസ് ചെയ്ത ഇൻഡ്യൂസ്ഡ് ഫിറ്റ് ഹൈപ്പോത്തിസിസുമാണ് കേട്ടോ. കോഷ്ലാൻഡ് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് ഹൈപ്പോത്തിസിസ്. ഓക്കെ, ഇവിടെ ഉത്തരം എന്താണ്? സബ്സ്ട്രേറ്റ് ബൈൻഡ്സ് ഓൺ ദ അലോസ്റ്ററിക് സൈറ്റ്. അലോസ്റ്ററിക് സൈറ്റിലല്ല, ആക്റ്റീവ് സൈറ്റിലാണ് ബൈൻഡ് ചെയ്യുന്നത്. വല്ലാത്തൊരു ബൈൻഡിങ് ആണ്. അതായത് നമുക്കറിയാം എൻസൈമും സബ്സ്ട്രേറ്റും കൂടെ ആക്റ്റീവ് അല്ലേ? എൻസൈമും സബ്സ്ട്രേറ്റും കൂടെ ബൈൻഡ് ചെയ്ത് എൻസൈം സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യും. എന്നിട്ട് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടാകും. ഈ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായിട്ട് അത് എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയി മാറി എൻസൈമും പ്രോഡക്റ്റുമായി മാറും. ഇതിൽ യാതൊരു കേടുപാടും സംഭവിക്കാത്ത ആർക്കാ? എൻസൈമിന്. എൻസൈം സബ്സ്ട്രേറ്റിനുമായിട്ട് ചേർന്ന് സബ്സ്ട്രേറ്റിൻ്റെ സ്വഭാവത്തിനെ മാറ്റും. ചില ആൾക്കാർ കൂട്ടുകൂടി ആ കേട് വരുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ സബ്സ്ട്രേറ്റിൻ്റെ കൂടെ കൂടി സബ്സ്ട്രേറ്റിനെ അങ്ങോട്ട് കേട് വരുത്തി സബ്സ്ട്രേറ്റിൻ്റെ ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്ത് സബ്സ്ട്രേറ്റിനെ വേറൊരു സാധനമാക്കി മാറ്റും. ആ വേറൊരു സാധനമാണ് പ്രോഡക്റ്റ്. എന്നാൽ എൻസൈമിന് വല്ല കേടും വരുമോ? ഒരു കേടും വരില്ല. അപ്പോൾ എൻസൈമും സബ്സ്ട്രേറ്റും ചേർന്ന് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഉണ്ടായി എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആയി എൻസൈമും പ്രോഡക്റ്റുമായി മാറും. രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചത്. ഒന്ന്, എമിൽ ഫിഷർ പ്രപ്പോസ് ചെയ്ത ലോക്ക് ആൻഡ് കീ മെക്കാനിസം അല്ലെങ്കിൽ റിജിഡ് ടെംപ്ലേറ്റ് മോഡൽ. രണ്ട്, ഇൻഡ്യൂസ്ഡ് ഫിറ്റ് ഹൈപ്പോത്തിസിസ് ബൈ കോഷ്ലാൻഡ്. അപ്പോൾ ഇവിടെ ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണ്. അപ്പോൾ എൻസൈമിൻ്റെ ആക്ഷനെ നമുക്ക് ടെമ്പറേച്ചറുണ്ട്. എൻസൈം റിയാക്ഷൻ നടക്കണമെങ്കിൽ കൃത്യമായൊരു ടെമ്പറേച്ചറുണ്ട്. അതുപോലെ കൃത്യമായിട്ടൊരു പി എച്ച് ഉണ്ട്. ഏത് ടെമ്പറേച്ചറിലും പി എച്ചിലുമാണോ എൻസൈമിൻ്റെ ആക്ടിവിറ്റി പീക്കിലായിരിക്കുന്നത് അതിനെയാണ് ഒപ്റ്റിമം ടെമ്പറേച്ചർ ആൻഡ് ഒപ്റ്റിമം പി എച്ച് എന്ന് പറയുന്നത്. അതുപോലെ എൻസൈം സബ്സ്ട്രേറ്റ് ബൈൻഡിങ് എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് ബൈൻഡ് ചെയ്യുന്നത് ആക്റ്റീവ് സൈറ്റിലാണ്. ഒരു എൻസൈമിന് ഒരു സബ്സ്ട്രേറ്റ്, ഗ്ലൂക്കോസ് അല്ല സൂക്രോസ് ആണ് സൂക്രേസ്, മാൾട്ടോസ് ആണ് മാൾട്ടേസ്, അങ്ങനെ ഓരോ എൻസൈമും സ്പെസിഫിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ എൻസൈംസിന് അറ്റ് എ ടൈം പ്രവർത്തിക്കാനായിട്ടും പറ്റും. ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. അടുത്തത് ഏഴാമത്തെ ചോദ്യം. അസറ്റൈൽ കോഎൻസൈം combines with which among the following to form a 6-carbon compound in TCA cycle? TCA cycle എന്ന് പറഞ്ഞാൽ ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. ട്രൈകാർബോക്സിലിക് ആസിഡ് സൈക്കിൾ ആണ് TCA സൈക്കിൾ എന്ന് പറയുന്നത്. ഇവിടുത്തെ ചോദ്യം അസറ്റൈൽ കോഎൻസൈമിൻ്റെ കാര്യത്തെ കുറിച്ചാണ്. അസറ്റൈൽ കോഎൻസൈം TCA സൈക്കിൾ എന്താ ചെയ്യുന്നത്? അസറ്റൈൽ കോഎൻസൈം എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ കോമ്പൗണ്ട് ആണ്? അസറ്റൈൽ കോഎൻസൈം എന്ന് പറയുന്നത് ഒരു 2 കാർബൺ കോമ്പൗണ്ട് ആണ്. അത് ആരുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു എന്നാ പറഞ്ഞാൽ ഓക്സാലോ അസറ്റേറ്റുമായിട്ടാണ് കമ്പൈൻ ചെയ്യുന്നത്. അപ്പോൾ അസറ്റൈൽ കോഎൻസൈം എന്ന 2 കാർബൺ കോമ്പൗണ്ട് ഓക്സാലോ അസറ്റേറ്റ് എന്ന 4 കാർബൺ കോമ്പൗണ്ടായിട്ട് കമ്പൈൻ ചെയ്ത എന്തുണ്ടാവും? സിട്രേറ്റ് ഉണ്ടാവും അല്ലേ? അത് എത്ര കാർബൺ കോമ്പൗണ്ട് ആണ്? അത് 6 കാർബൺ കോമ്പൗണ്ട് ആണ്. അപ്പോൾ അസറ്റൈൽ കോഎൻസൈം 2 കാർബൺ കോമ്പൗണ്ട് ആണ്, ഓക്സാലോ അസറ്റേറ്റ് 4 കാർബൺ കോമ്പൗണ്ട് ആണ്, സിട്രേറ്റ് എന്ന് പറയുന്നത് 6 കാർബൺ കോമ്പൗണ്ട് ആണ്. അപ്പോൾ ഗ്ലൂക്കോസ്, പൈറുവേറ്റ്, തൈമിൻ ഇതൊന്നും അസറ്റൈൽ കോഎൻസൈമുമായിട്ട് കമ്പൈൻ ചെയ്യില്ല. അപ്പോൾ അസറ്റൈൽ കോഎൻസൈമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് ആരാണ്? അസറ്റൈൽ കോഎൻസൈമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് ഓക്സാലോ അസറ്റേറ്റ് ആണ്. അസറ്റൈൽ കോഎൻസൈമായിട്ട് ഓക്സാലോ അസറ്റേറ്റ് കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും?
ഒരു സിട്രേറ്റ് ഉണ്ടാകും. സിട്രിക് ആസിഡ് എന്ന് പറയുന്ന ഒരു 6 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാവുന്നതുകൊണ്ടാണ് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിളാണ്. ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ അല്ലെങ്കിൽ സിട്രേറ്റ് ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അതായത് ബാക്കിയുള്ള ആൾക്കാരൊന്നും ഇതിനകത്ത് കമ്പൈൻ ചെയ്യില്ല. ആ കൂടെ കമ്പൈൻ ചെയ്യുന്നത് ഓക്സാലോ അസറ്റിക് ആസിഡും അതുപോലെ തന്നെ നമ്മുടെ അസറ്റൈൽ കോഎൻസൈമും കൂടിയാണ്. അങ്ങനെ ഉണ്ടാവുന്നതാണ് സിട്രേറ്റ് എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇതാണ് സിട്രിക് ആസിഡ് സൈക്കിളിലെ ആദ്യത്തെ സാധനം. അതുകൊണ്ടാണ് ഇതിനെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. 8ാമത്തെ ചോദ്യം. In triacyl glycerol synthesis, which among the following pathway is not used? നേരത്തെ പറഞ്ഞ പോലെ നോട്ട് യൂസ്ഡ് ആണ്. In triacyl glycerol synthesis, which among the following pathway is not used? Monoacyl glycerol pathway, glyoxylate pathway, Kennedy pathway, glycerol 3-phosphate pathway. ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാൻ വഴിയുണ്ട്. അതായത് ഇതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ PYQ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ചിലപ്പോൾ ബോട്ടണിയിലെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ എന്നാലും കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ തന്നെയാണ് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് പറയുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങൾ വിചാരിക്കരുത് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല, ഇത് ബോട്ടണിയിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്, എവിടുന്നെങ്കിലുമൊക്കെ പെറുക്കിയെടുത്ത് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഓരോന്നോരോന്നായി നോക്കാം. ട്രൈ അസൈൽ ഗ്ലിസറോൾ അല്ലെങ്കിൽ TAG സിന്തസിസ് എന്ന് പറയുന്നത് അഡിപ്പോസ് ടിഷ്യൂവിലും ലിവറിലും ഇൻഡസ്റ്റൈനൽ സെൽസിലുമാണ് ഉണ്ടാവുന്നത്. ഗ്ലിസറോൾ 3-phosphate പാത്വേ, കെന്നഡി പാത്വേ, അതായത് മേജർ ആയിട്ടുള്ള പാത്വേ ആണ് ലിവറിലും അഡിപ്പോസ് ടിഷ്യൂവിലും. ഇവിടെ ഗ്ലിസറോൾ 3-phosphate ആണ് ബാക്ക് ബോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കെന്നഡി പാത്വേ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്, ഗ്ലിസറോൾ 3-phosphate പാത്വേ ആണ്. ഇനി മോണോ അസൈൽ ഗ്ലിസറോൾ പാത്വേ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസൽ സെല്ലിൽ ഫാറ്റ് അബ്സോർപ്ഷന് ശേഷം നടക്കുന്ന ഇൻഡസ്റ്റൈനൽ മ്യൂക്കോസൽ സെല്ലിൽ നടക്കുന്ന ഒരു പാത്വേ ആണ് മോണോ അസൈൽ ഗ്ലിസറോൾ പാത്വേ. ഇനി ഗ്ലയോക്സിലേറ്റ് പാത്വേ എന്ന് പറയുന്നത് പ്ലാന്റ്സിൽ, ബാക്ടീരിയയിൽ, ഫംഗയിൽ നടക്കുന്ന പാത്വേ ആണ്. അത് ഫാറ്റിനെ കാർബോഹൈഡ്രേറ്റ് ആക്കാൻ സഹായിക്കുന്നതാണ്. ഇത് TAG സിന്തസിസിൽ ഇൻവോൾവ് അല്ല. അനിമൽസിൽ TAG സെല്ലിൽ ഇൻവോൾവ് അല്ലാത്ത ഒരു പാത്വേ ആണ് ഗ്ലയോക്സിലേറ്റ് പാത്വേ എന്ന് പറയുന്നത്. അത് പ്ലാന്റ്സിലും ബാക്ടീരിയയിലും ഫംഗയിലുമാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം എന്താണ്? ഉത്തരം B ആണ്. ഗ്ലയോക്സിലേറ്റ് പാത്വേ എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം, ഗ്ലയോക്സിലേറ്റ് പാത്വേ. അടുത്ത സ്ലൈഡിൽ കറക്റ്റ് ആൻസർ ടിക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ വിടുന്നത്. 9ാമത്തെ ചോദ്യം. Name the regulatory enzyme that regulates the biosynthesis of cholesterol and serve as the druggable target for the reduction of hypercholesterolemia. HMG-CoA synthetase, HMG-CoA reductase, cholesterol synthetase, ലാനോസ്റ്റിറോൾ ഓക്സിഡേസ്. റെഗുലേറ്ററി എൻസൈം, കൊളസ്ട്രോളിൻ്റെ ബയോസിന്തസിസിനെ റെഗുലേറ്റ് ചെയ്യുന്ന റെഗുലേറ്ററി എൻസൈം ഏതാണ്? അത് ഡ്രഗബിൾ ടാർഗറ്റായിട്ട് ആക്ട് ചെയ്യും. എന്തിനാണ്? ഹൈപ്പർ കൊളസ്ട്രോളീമിയയുടെ റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ഡ്രഗബിൾ ടാർഗറ്റായിട്ട് ആക്ട് ചെയ്യുന്നു. ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളിത് അത്ര ഫെമിലിയർ അല്ലാത്ത ക്വസ്റ്റ്യനാണ്, കുറച്ച് അഡ്വാൻസ് ലെവലിലെ ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ ടോപ്പിക്കുകളും ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇതിൽ ഉത്തരം എന്ന് പറഞ്ഞാൽ കൊളസ്ട്രോൾ ബയോസിന്തസിസ്. കൊളസ്ട്രോൾ ബയോസിന്തസിസ് എവിടെയാണ് ഉണ്ടാകുന്നത്? ലിവറിലാണ് ഉണ്ടാകുന്നത്. അതൊരു മൾട്ടി സ്റ്റെപ്പ് പാത്വേ ആണ്. ഇത് റെഗുലേറ്ററി എൻസൈം അല്ലെങ്കിൽ റേറ്റ് ലിമിറ്റിംഗ് എൻസൈം എന്ന് പറയുന്നത്, കൊളസ്ട്രോൾ സിന്തസിസിൻ്റെ റേറ്റ് ലിമിറ്റിംഗ് എൻസൈം എന്ന് പറയുന്നത് HMG-CoA റിഡക്ടേസ് ആണ്. ഈ HMG-CoA റിഡക്ടേസ് എന്ന് പറയുന്നത് ഇത് HMG-CoA മെവാലോണേറ്റ് ആക്കി മാറ്റും. കൊളസ്ട്രോൾ ഫോർമേഷനിലെ കീ ഏർലി സ്റ്റെപ്പാണ് ഈ പറഞ്ഞ HMG-CoA മെവാലോണേറ്റ് ആക്കുന്നത്. എഴുതാം അല്ലേ, മെവാലോണേറ്റ്, ഇല്ലെങ്കിൽ HMG-CoA മെവാലോണേറ്റ് ആക്കി മാറ്റും. ഓക്കെ,
അപ്പോൾ അതായത് റേറ്റ് ലിമിറ്റിംഗ് അല്ലെങ്കിൽ റെഗുലേറ്ററി ആയിട്ടുള്ള എൻസൈം കൊളസ്ട്രോൾ സിന്തസിസിലെ റേറ്റ് ലിമിറ്റിംഗ് ആയിട്ട് എൻസൈം എന്ന് പറയുന്നത് HMG-CoA റിഡക്റ്റേസ് ആണ്. ഈ HMG-CoA എന്ന് പറയുന്ന സാധനത്തിനെ മെവാലോണേറ്റ് ആയിട്ട് മാറ്റുന്നത് ഈ പറഞ്ഞ എൻസൈമാണ്. ഈ എൻസൈമാണ് മേജർ ഡ്രഗബിൾ ടാർഗറ്റ് ഫോർ ലോവറിങ് ബ്ലഡ് കൊളസ്ട്രോൾ. ബ്ലഡ് കൊളസ്ട്രോൾ ലോവർ ചെയ്യുന്നതിനുള്ള മേജർ ആയിട്ടുള്ള ഡ്രഗബിൾ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ HMG-CoA റിഡക്റ്റേസ് ആണ്. അപ്പോൾ ഇവിടെ ഉത്തരം ഏതാണ്? HMG-CoA റിഡക്റ്റേസ്. നമ്മൾ എക്സ്പ്ലനേഷൻ വീണ്ടും പഠിക്കും. ഇത് മുഴുവൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയുന്നു. ഇത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീരില്ല. ഈ പറഞ്ഞ സ്റ്റാറ്റിൻ ഡ്രഗ്സ് നിങ്ങൾ കേട്ടോ, സ്റ്റാറ്റിൻ കേട്ടിട്ടില്ലേ? സ്റ്റാറ്റിനൊക്കെ വളരെ +1 +2 പഠിക്കുന്നതാണ്. അറ്റോർവാസ്റ്റിൻ എന്ന് പറയുന്ന സാധനമൊക്കെ അതിനകത്ത് പെടുന്നതാണ്. അറ്റോർവാസ്റ്റിനൊക്കെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ കഴിക്കുന്നുണ്ടാവും. ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജൻ്റ് ആണ്. അപ്പോൾ അറ്റോർവാസ്റ്റിൻ എന്ന് പറയുന്ന സാധനം, അറ്റോർവാസ്റ്റിൻ ആണെങ്കിൽ ഈ HMG-CoA റിഡക്റ്റേസിനെ എന്ത് ചെയ്യും? ഇൻഹിബിറ്റ് ചെയ്യും. കൊളസ്ട്രോൾ സിന്തസിസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബാഡ് കൊളസ്ട്രോൾ ലോവർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ഹൈപ്പർ കൊളസ്ട്രോളീമിയ ട്രീറ്റ് ചെയ്യാനായിട്ട് ഒക്കെ എന്ത് ചെയ്യും? ഈ HMG-CoA റിഡക്റ്റേസ് എന്ന് പറയുന്ന സാധനം, ചില ഡ്രഗ്സ് HMG-CoA റിഡക്റ്റേസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇൻഹിബിറ്റ് ചെയ്യുന്ന വഴി കൊളസ്ട്രോൾ സിന്തസിസ് റെഡ്യൂസ് ചെയ്യും, ബാഡ് കൊളസ്ട്രോൾ ലോവർ ചെയ്യും, ഹൈപ്പർ കൊളസ്ട്രോളീമിയ ട്രീറ്റ് ചെയ്യും. അതടങ്ങിയ ഒരു മരുന്നിൻ്റെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞ അറ്റോർവാസ്റ്റിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഉത്തരം ഏതാണ് വരുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, HMG-CoA റിഡക്റ്റേസ്. അടുത്ത ചോദ്യം, choose the incorrect statement regarding oxidative phosphorylation. A membrane-bound ATP synthase is involved, also known as electron transport-linked phosphorylation, direct transfer of phosphate from substrate molecule to ADP, an electrochemical gradient forms across the inner mitochondrial membrane. ഇവിടെയും ഞാൻ പറയുന്നു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിങ്ങൾ ഇൻകറക്റ്റ് ആണോ കറക്റ്റ് ആണോ നോട്ട് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച് വേണം ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ. ക്വസ്റ്റ്യൻ പേപ്പറിൽ ആക്യുറസി എന്ന് പറയുന്നത് കിട്ടിയ സമയത്തിനുള്ളിൽ ആക്യുറേറ്റ് ആയിട്ട് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കേട്ടോ. ഇവിടുത്തെ ഉത്തരം നോക്കാം. നമുക്ക് ഓരോന്നോരോന്നായി നോക്കുകയാണെങ്കിൽ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ ബൗണ്ട് ATP സിന്തേസിസ് ഇൻവോൾവ്. ATP സിന്തസൈസ് അല്ലെങ്കിൽ ATP സിന്തൈസ് ഉണ്ട്. മെംബ്രെയിൻ ബൗണ്ട് ATP സിന്തൈസ് എന്ന് പറഞ്ഞാൽ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ എംബഡഡ് ആയിട്ടുള്ളതാണ് ATP സിന്തൈസ് എന്ന് പറയുന്നത്. ഓൾസോ നോൺ ആസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ലിങ്ക്ഡ് ഫോസ്ഫോറിലേഷൻ. ATP സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കപ്പിൾ ടു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ അല്ലെങ്കിൽ ETC നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. മൂന്നാമത്തെ ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് ഫോസ്ഫേറ്റ് ഫ്രം എ സബ്സ്ട്രേറ്റ് മോളിക്യൂൾ ടു ADP. അത് തെറ്റാണ്. ഇവിടെ ഇത് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനെ അല്ല. ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷനിൽ ATP ഫോം ചെയ്യും. ATP is formed using energy from the proton gradient, അല്ലാതെ ഫോസ്ഫേറ്റ് ട്രാൻസ്ഫർ എന്നല്ല, ഡയറക്റ്റ് ഫോസ്ഫേറ്റ് ട്രാൻസ്ഫർ എന്നല്ല. നാലാമത്തെന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ ഗ്രേഡിയൻറ്റ് ഫോംഡ് അക്രോസ് ദ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ. കറക്റ്റാണ്. അവിടെ ഒരു പ്രോട്ടോൺ പമ്പിങ് എന്തുണ്ടാക്കും? ഒരു പ്രോട്ടോൺ മോട്ടീവ് ഫോഴ്സ് ഉണ്ടാക്കും ATP സിന്തസിസിന് വേണ്ടി. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇപ്പം നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. കുറച്ച് ലെങ്തി ആയിട്ടുണ്ടാവും തോന്നുന്നു, സമയം നോക്കിയില്ല. പക്ഷേ ഈ 10 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. നമ്മൾ വീണ്ടും പറയുന്നു, കൺസിസ്റ്റൻ്റ് ആവണം, ഫോക്കസ്ഡ് ആവണം, സിസ്റ്റമാറ്റിക് ആവണം. ഒന്നാമതെത്താൻ വേറെ കുറുക്ക് വഴികളൊന്നുമില്ല. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.